നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെ അംഗീകരിച്ച ആദ്യ മുസ്ലിം രാജ്യമായിരുന്നു തുർക്കി. എന്നാൽ ഗാസയിലെ യുദ്ധവും സിറിയയിലെ സ്വാധീനവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിട്ടുണ്ട്. ഇസ്രയേലും തുർക്കിയും ഒരു കാലത്ത് ഉയർന്ന ഉഭയകക്ഷി ബന്ധം പുലർത്തിയിരുന്ന രാജ്യങ്ങളാണ്. എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം 2000കളുടെ അവസാനത്തോടെ മോശമായി. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ ആരംഭിച്ച യുദ്ധത്തെ നിശിതമായി എതിർക്കാൻ തുർക്കി ഒരുമ്പെട്ടതോടെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ വഷളാവുകയായിരുന്നു. കഴിഞ്ഞ വർഷം ബഷർ അൽ അസദിന്റെ ഭരണം അവസാനിച്ചതിനു ശേഷം സിറിയയിൽ സ്വാധീനം സ്ഥാപിക്കാൻ ഇസ്രയേലും തുർക്കിയും മത്സരിക്കുന്നതും സംഘർഷത്തിന് കാരണമായി. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പലസ്തീൻ വിഷയത്തിൽ ശക്തമായ പിന്തുണ നൽകുന്ന വ്യക്തിയാണ്. ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും എർദോഗാൻ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട്. ഹമാസ് നേതാക്കൾ സ്ഥിരമായി തുർക്കി സന്ദർശിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഖത്തറുമായി ഹമാസ് പുലർത്തുന്നതിന് സമാനമായ ബന്ധം തുർക്കിയുമായുമുണ്ട്. തുർക്കി തങ്ങളുടെ മണ്ണിൽ ഹമാസ് നേതാക്കൾക്ക് ചർച്ചകൾ നടത്താൻ അനുവാദം കൊടുക്കുന്നു എന്ന ആരോപണം ഇസ്രയേലിനുണ്ട്. തങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പലതിന്റെയും ആസൂത്രണം നടക്കുന്നത് തുർക്കിയിൽ വെച്ചാണെന്ന് ഇസ്രയേലിന് സംശയമുണ്ട്. കൂടാതെ ഹമാസിലേക്കുള്ള റിക്രൂട്ട്മെന്റും ഫണ്ട് ശേഖരണവും നടത്താൻ തുർക്കി സഹായിക്കുന്നു എന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഇപ്പോൾ സോമാലിലാൻഡ് സംബന്ധിച്ച ഇസ്രയേൽ തീരുമാനം തുർക്കിയെ വളയാനുള്ള ഒരു ശ്രമമാണ്. തുർക്കിയുടെ എതിരാളികളായ ഗ്രീസുമായും സൈപ്രസുമായും ഇസ്രയേൽ അടുത്തിടെ ഒരു ത്രികക്ഷി യോഗം നടത്തി. റിപ്പബ്ലിക് ഓഫ് സൊമാലിയാലാൻഡിനെ സ്വതന്ത്രവും പരമാധികാരവുമായ രാജ്യമായി ഇസ്രയേൽ അംഗീകരിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ അങ്ങനെ ചെയ്യുന്ന ആദ്യ അംഗരാജ്യമാണ് ഇസ്രയേൽ. ലോകത്ത് ആദ്യമായിട്ടാണ് സോമാലിലാൻഡിനെ ഒരു രാജ്യം അംഗീകരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ കടുത്ത ഭാഷയിൽ സൗദി അറേബ്യയും ഖത്തറും രംഗത്തു വന്നു. ഇസ്രയേലിന്റെ ഉറ്റ രാജ്യമായ അമേരിക്ക പോലും സോമാലിലാൻഡിനെ അംഗീകരിച്ചിട്ടില്ല. സൊമാലിയ ലാൻഡ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ മുഹമ്മദ് അബ്ദുല്ലാഹിയുമൊത്തുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ വെർച്വൽ ചടങ്ങിൽ ഒപ്പുവെച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെള്ളിയാഴ്ച പറഞ്ഞു. എന്നാൽ ഈ നീക്കത്തെ തുർക്കിയും സൊമാലിയയും ശക്തമായി വിമർശിച്ചു. തുർക്കിയെ വളയാനുള്ള ഇസ്രയേൽ ശ്രമത്തിന്റെ ഭാഗമായി അതിനെ കാണുന്നതിനാൽ തുർക്കി തീർത്തും രോഷാകുലരാണ്. ഇതേസമയം കൃഷി, ആരോഗ്യം, സാങ്കേതികവിദ്യ, സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിലെ സഹകരണത്തിലൂടെ ഇസ്രയേൽ റിപ്പബ്ലിക് ഓഫ് സൊമാലിയാലാൻഡുമായി ബന്ധം വികസിപ്പിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമമായ അൽ മോണിറ്റർ റിപ്പോർട്ട് ചെയ്തു. എബ്രഹാം കരാറിൽ ചേരാനുള്ള സൊമാലിയാലാൻഡിന്റെ ആഗ്രഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുമെന്നും നെതന്യാഹു പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. സൊമാലിയയിൽ നിന്ന് വേർപിരിഞ്ഞതിനു ശേഷം വർഷങ്ങളായി സൊമാലിലാൻഡ് നയതന്ത്ര അംഗീകാരം തേടുകയാണ്. ഇതുവരെ വലിയ വിജയം നേടിയിരുന്നില്ല. വെള്ളിയാഴ്ച ഇസ്രയേൽ സൊമാലിലാൻഡിന് പൂർണ്ണ അംഗീകാരം നൽകി. ഇത് വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ സ്ഥിതിയിൽ മാറ്റം വരുത്തിയേക്കാം. 1991 മെയ് മാസത്തിൽ സൊമാലിയയിൽ നിന്ന് വേർപെട്ട് കഴിയുകയാണ് സൊമാലിലാൻഡ്. സൊമാലി ആഭ്യന്തര യുദ്ധത്തിന് ശേഷമായിരുന്നു ഇത്. എന്നാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഈ പ്രദേശം സൊമാലിയയുടേതായിട്ടാണ് കരുതുന്നത്. സൊമാലിയ വിഭജിക്കരുത് എന്ന അഭിപ്രായക്കാരാണ് ലോകരാജ്യങ്ങൾ. സൗദിയും ഖത്തറും എല്ലാം ഇതിനൊപ്പമാണ്. ഇതിനിടെയാണ് ഇസ്രയേലിന്റെ വേറിട്ട നീക്കം. ഇതിനു പുറമെ എത്യോപ്യ, അമേരിക്ക, UAE തുടങ്ങിയ രാജ്യങ്ങളുമായി സൊമാലിലാൻഡിന് നയതന്ത്ര ബന്ധങ്ങളുണ്ട്. സൊമാലിലാൻഡിൽ സൈനിക താവളമുണ്ടെന്ന് UAEയും അവകാശപ്പെടുന്നു. US, UAE ഉദ്യോഗസ്ഥരും സൊമാലിലാൻഡ് ഇതിനോടകം സന്ദർശിച്ചിട്ടുണ്ട്. സൊമാലിലാൻഡിനെ അംഗീകരിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം തുർക്കിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രാദേശികമായും ആഗോളമായും അസ്ഥിരത സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിയമവിരുദ്ധ നടപടികളുടെ പുതിയ ഉദാഹരണമാണിതെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഓങ്കു കെസലി വിശേഷിപ്പിച്ചു. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തെ വിപുലീകരണ നയങ്ങളുടെ ഉദാഹരണമായി വിശേഷിപ്പിച്ച കെസലി സൊമാലിയയുടെ പ്രാദേശിക സമഗ്രതയെ തുർക്കി ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞു. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ഈജിപ്ത്, സൗദി അറേബ്യ, ജോർദാൻ എന്നീ രാജ്യങ്ങളുമായി വിദേശകാര്യ മന്ത്രിമാരുമായി ഇസ്രയേലിന്റെ നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ട്രംപ് ഭരണകൂടവുമായും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. സൊമാലിയയിൽ നിന്ന് വേർപിരിഞ്ഞ സൊമാലിലാൻഡ് 1991 മുതൽ സ്വയം ഭരണം നടത്തുന്നു. ഇസ്രയേലിന്റെ നീക്കത്തെ സൊമാലിയയുടെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ഇത് അവരുടെ പരമാധികാരത്തിന് നേരെയുള്ള മനഃപൂർവ്വവും നിയമവിരുദ്ധവുമായ ആക്രമണമാണെന്ന് വിശേഷിപ്പിച്ചു. സൊമാലിയയെ വളരെയധികം ബഹുമാനിക്കുന്ന തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം പ്രധാനമാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം സൊമാലിയ ആഫ്രിക്കൻ നയത്തിന്റെ
തന്ത്രപരമായ ഒരു സ്തംഭവും ഭൂഖണ്ഡത്തിലെ ഏറ്റവും അടുത്ത പങ്കാളികളിൽ ഒന്നുമാണ്. തുർക്കിയുടെ ഏറ്റവും വലിയ വിദേശ സൈനിക താവളത്തിന് സൊമാലിയ ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്നു. തുർക്കിയിൽ നിന്ന് സൊമാലിയയ്ക്ക് ഗണ്യമായ സൈനിക, സാമ്പത്തിക, മാനുഷിക സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. സൊമാലിയയുടെ പ്രാദേശിക അഖണ്ഡതയെ തുർക്കി പരസ്യമായി പിന്തുണച്ചിട്ടുമുണ്ട്. നെതന്യാഹു സർക്കാരിന്റെ ഈ നീക്കത്തെ മേഖലയിലെ അവരുടെ താൽപര്യങ്ങൾക്കും സൊമാലിയയുമായുള്ള സുരക്ഷാ സഹകരണത്തിനും ആഫ്രിക്കയിലുടനീളം സ്വാധീനം ചെലുത്താനുള്ള അവരുടെ വിശാലമായ അഭിലാഷങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി തന്നെ അവർ ഒരുപക്ഷെ കണ്ടേക്കാം. അതേസമയം ഈ വർഷം ഓഗസ്റ്റിൽ സൊമാലിലാൻഡ് തുർക്കിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. കൂടാതെ ഇസ്രയേലിന്റെ ഈ തീരുമാനം തുർക്കിക്ക് തന്ത്രപരമായും സാമ്പത്തികമായും ഒരു വെല്ലുവിളിയും ഉയർത്തിയേക്കാം. സൊമാലിയയുമായുള്ള ഊർജ്ജബന്ധം ഇപ്പോൾ തുർക്കി വികസിപ്പിച്ചിട്ടുണ്ട്. സൊമാലിയൻ തീരത്തുള്ള പ്രദേശങ്ങളിൽ തുർക്കി ഖനനം ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ വർഷം നിരവധി കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് തുർക്കി അവിടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിട്ടുമുണ്ട്. ഗാസയിൽ നിന്നുള്ള പലസ്തീൻകാരെ പുറത്താക്കി സൊമാലിലാൻഡിലേക്ക് മാറ്റുമെന്ന് നേരത്തെ ഇസ്രയേൽ പറഞ്ഞിരുന്നു. സൊമാലിയയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. സൊമാലിലാൻഡിനെ അംഗീകരിക്കുന്നതിനേക്കാൾ പലസ്തീനെ അംഗീകരിക്കുകയാണ് ഇസ്രയേൽ ചെയ്യേണ്ടതെന്നാണ് ഖത്തറിന്റെ അഭിപ്രായം. ഈജിപ്ത്, തുർക്കിയും ഇസ്രയേലിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. എത്യോപ്യ, ജിബൂത്തി, ഏദൻ കടലിടുക്ക് എന്നിവയോട് ചേർന്നുള്ള ആഫ്രിക്കയിലെ പ്രദേശമാണ് ഈ സൊമാലിലാൻഡ് എന്ന് പറയുന്നത്. 2024 കണക്കുകൾ പ്രകാരം ഇവിടെ 62 ലക്ഷം പേരാണ് ഉള്ളത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് സൊമാലിയയും സൊമാലിലാൻഡും. ബ്രിട്ടനാണ് സൊമാലിലാൻഡ് എന്ന പദ്ധതിക്ക് ഒരുക്കം നടത്തിയത്. 1960കളിലായിരുന്നു ഇത്. പിന്നീട് പലപ്പോഴും സംഘർഷങ്ങളുണ്ടായി. 1991 സ്വതന്ത്ര രാജ്യമായി സൊമാലിലാൻഡിലുള്ളവർ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഇനി എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്. മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.